വയനാട് മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ ഒരു മരണം. വനം വകുപ്പ് താൽക്കാലിക വാച്ചർ അപ്പച്ചൻ്റെ ഭാര്യ ശാന്തയാണ് മരിച്ചത്. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലാണ് കടുവയുടെ ആക്രമണമുണ്ടായത്. വിവരങ്ങളുമായി അനൂപ് KR ചേരുന്നു. അനൂപ്, വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു മരണം സംഭവിക്കുന്നു വയനാട് മാനന്തവാടിയിൽ. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? മാനന്തവാടി പ്രിയദർശിനി എസ്റ്റേറ്റിന് തൊട്ട് സമീപത്തുള്ള എസ്റ്റേറ്റ് തോട്ടത്തിലാണ് ഇപ്പോൾ കടുവയുടെ ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വനം വകുപ്പിന്റെ വാച്ചറായ അച്ചപ്പൻ, വനം വകുപ്പ് വാച്ചർ അച്ചപ്പന്റെ അച്ചപ്പന്റെ ഭാര്യ ആണ് തോട്ടത്തിൽ കാപ്പി പറിക്കുന്നതിനിടെ കടുവയുടെ ആക്രമണത്തിനിരയായത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രിയദർശിനി എസ്റ്റേറ്റിന് തൊട്ട് സമീപത്താണ്. നമുക്കറിയാം, നേരത്തെ വന്യമൃഗ ശല്യം ഉള്ള ഒരു മേഖലയാണിത്. ഇവിടെയാണ് ഈ വിധത്തിൽ കടുവയുടെ ആക്രമണം ഉണ്ടായത്. തോട്ടത്തിൽ കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആ സമീപത്തെ ആളുകൾ ഇതിന് ദൃക്സാക്ഷികളായവർ പറയുന്നത്. ഏതായാലും ആദ്യം വന്യമൃഗ ആക്രമണം എന്നായിരുന്നു വാർത്ത. എന്നാൽ ഇപ്പോൾ അത് കടുവയുടെ ആക്രമണം തന്നെയാണ് എന്നുള്ള തരത്തിൽ ഒരു സ്ഥിരീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമുക്കറിയാം, വനമേഖലയാണ്. വനത്തോട് ചേർന്നിട്ടുള്ള തോട്ടം മേഖലയൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണിത്. പ്രിയദർശിനി എസ്റ്റേറ്റ് ആ പ്രദേശത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഒരു തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിന് സമീപത്ത് പിലാക്കാവ് മേഖലയിലെല്ലാം വലിയ വനപ്രദേശമുള്ള സ്ഥലം തന്നെയാണ്. ഏതായാലും അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഈ സ്ഥലത്താണ് ഇപ്പോൾ ഈ വിധത്തിൽ ആക്രമണം ഉണ്ടായത് എന്നാണ് ലഭിക്കുന്ന വിവരം. വനവകുപ്പിൽ നിന്നും ആ വിധത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കുകയാണ് ഇപ്പോൾ. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് വിവിധ അന്വേഷണം ഇവിടെ നടക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തെ വനമേഖലകൾ കേന്ദ്രീകരിച്ചെല്ലാം തിരച്ചിൽ നടത്തുകയാണ്. കൂടുതൽ RRT സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഈ വിധത്തിലൊരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതിഷേധമെല്ലാം നടക്കാനുള്ള, അല്ലെങ്കിൽ ആ വിധത്തിലും ഒരു സാഹചര്യം ഇവിടെയുണ്ട്. ഒരു കടുവയുടെ ആക്രമണം, നമുക്കറിയാം, അമരക്കുഞ്ഞിയിൽ ഒരു കടുവയെ പിടികൂടി ദിവസങ്ങൾ പിന്നിട്ടിട്ടേ ഉള്ളൂ. അതോടൊപ്പം ഈ കൽപ്പന നഗരത്തിന് തൊട്ടടുത്ത് എസ്റ്റേറ്റിന് സമീപത്തെല്ലാം ഒരു കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ച് ഒരു സൂചന ലഭിക്കുകയും അവിടെ പരിശോധനകൾ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മാനന്തവാടിയിൽ ഒരു കടുവയുടെ ആക്രമണം തന്നെ ഉണ്ടാവുകയും അതിലൊരു സ്ത്രീ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഇത് വനപ്രദേശത്തിന്റെ ബഫർ സോൺ എന്ന് പറയാവുന്ന പ്രദേശത്തിന് പുറത്താണല്ലേ? വനമേഖലയോട് തെട്ടുകിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കും അതോടൊപ്പം തന്നെ കാപ്പിത്തോട്ടങ്ങൾക്കും തൊട്ട് സമീപത്തുള്ള സ്ഥലമാണ്. വനമേഖലയാണ്, വനയോര പ്രദേശമാണ്. ഈ സ്ഥലം കൃത്യമായി വനത്തിനോട് ചേർന്നിട്ടുള്ളതാണോ എന്ന് മറ്റും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതായാലും തോട്ടം മേഖലയാണ്. ഇപ്പോൾ അവിടേക്ക് ആളുകൾ എത്തുന്നതേ ഉള്ളൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം എത്തിക്കുന്നുണ്ട്. ഏതായാലും വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാൻ കഴിയും. തീർച്ചയായും ഇതിന് സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഈ കടുവയുടെ എല്ലാം ലിസ്റ്റഡ് കോപ്പി വനം വകുപ്പിൻ്റെ കയ്യിലുള്ളതാണ്. പിന്നെ കർണാടകയിൽ നിന്നും അനധികൃതമായി കയറിയ നമ്മുടെ ലിസ്റ്റിലില്ലാത്ത കർണാടകയിൽ നിന്ന് വരുന്ന കടുവകളുടെയൊക്കെ ഉണ്ട്. അതാണ് കഴിഞ്ഞ ദിവസം ഭീഷണി പരത്തിയിരുന്നത്. അത്തരത്തിലാണോ ഇപ്പോൾ സംശയിക്കുന്നത് പ്രാഥമികമായി? അതെ, ഈ അമരക്കുനിയിൽ കണ്ടെത്തിയ കടുവ ഏതായാലും വനവകുപ്പിന്റെ സർവേ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന കടുവയല്ല. അത് കർണാടകയിൽ നിന്ന് ഈ വനമേഖലയിലേക്ക് എത്തിപ്പെട്ട കടുവയാണ്. കർണാടക വനവകുപ്പ് മറ്റ് സ്ഥലങ്ങളിൽ ജനവാസ മേഖലയിൽ പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് പിടികൂടി വിട്ടയച്ച കടുവയാണിതെന്നായിരുന്നു വനവകുപ്പിന്റെ നിഗമനം. ആ കടുവയെ കേരള വനവകുപ്പ് പിടികൂടി ബത്തേരിയിലെ കുപ്പാടി മൃഗപരിപാലന കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ ആരോഗ്യസ്ഥിതിയിൽ അല്പം മോശമായ ഒരു സാഹചര്യം എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ കടുവയ്ക്ക് കൂടുതൽ ചികിത്സ നൽകുകയും മറ്റും ചെയ്യുകയാണ്. ഏതായാലും ഇതിനിടെയാണ് മറ്റൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ മാനന്തവാടിയിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷമെല്ലാം സമാനമായ രീതിയിൽ ഈ കാലയളവ്, പ്രത്യേകിച്ച് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഈ വിധത്തിൽ കടുവയുടെ ആക്രമണങ്ങൾ വയനാട്ടിൽ പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. നമുക്കറിയാം, ഈ കടുവയുടെ ആക്രമണത്തിൽ വാഗേരി സ്വദേശി, മൂടക്കൊല്ലി സ്വദേശിയായിട്ടുള്ള യുവാവിന്റെ മരണം പോലും ഉണ്ടായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം സംഭവിക്കുന്ന ഒരു ദാരുണ സംഭവം ആണ് ഇപ്പോൾ പ്രിയദർശിനി എസ്റ്റേറ്റിന് സമീപം നടന്നിരിക്കുന്നത്. ഒരു തോട്ടം തൊഴിലാളിയായിട്ടുള്ള ആദിവാസി സ്ത്രീ ശാന്ത മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്
എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അദ്ദേഹം അവർ വനംവകുപ്പ് ജീവനക്കാരൻ തന്നെയായിട്ടുള്ള അച്യുതൻ എന്നയാളുടെ ഭാര്യയാണ്. ഇവിടെ ഈ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കടുവയുടെ ആക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആ പ്രദേശത്ത് നേരത്തെയും ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യം സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ കാട്ടാന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ നിരന്തര ശല്യം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ്, പ്രത്യേകിച്ച് പിലാക്കാവ് പ്രിയദർശിനി എസ്റ്റേറ്റിനോട് ചുറ്റുപാടും ചേർന്നിട്ടുള്ള പ്രദേശങ്ങൾ, വന്യജീവി സംഘത്തോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ ആ വിധത്തിൽ വലിയ രീതിയിൽ വന്യമൃഗ ശല്യം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു ദാരുണ സംഭവത്തിന് കൂടി ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്.